ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് എൻ്റെ ചേച്ചീൻ്റെ ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അതൊരു നാടൻ റെസിപ്പിയാണ്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണെന്നില്ലേ, ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇപ്പം നമ്മൾ ആദ്യം ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഉരുളിയിലാക്കിയാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഉരുളിയിൽ ഒരു 2 ഉള്ളിയും ഒരു 6-7 ചെറിയ ഉള്ളിയും കൂടെ തൊലി കളഞ്ഞ് വലിയ ഉള്ളി മുറിച്ചിട്ടിട്ടും നമ്മൾ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റുവാണ്. അപ്പോൾ ഉള്ളി നന്നായി വഴറ്റുമൊന്നും വേണ്ട, കുറച്ച് കളർ ചേഞ്ച് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാം. ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിൻ്റെ ഏകദേശം ഒരളവിൽ, അതായത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം. 2 ടേബിൾ സ്പൂൺ ഇല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ആയാലും മതി. അതൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് അതും മിക്സ് ചെയ്തിട്ട് ഇളക്കുക. ഇതിൻ്റെ മണം ഒരു അസാധ്യമാണ് കേട്ടോ. അതിലിടയ്ക്ക് 2 പച്ചമുളകും കീറിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സ്മെല്ല് ഇപ്പം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ടോ, കുറച്ച് വഴണ്ടി കഴിഞ്ഞാൽ, അതായത് പച്ചമണം മാറുന്നവരെ വഴറ്റുക. പിന്നെ നമ്മൾ മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഇത്രയും പൊടികളെ വേണ്ടു. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടു. അതൊക്കെ ഓരോ ടീസ്പൂൺ ഇട്ടാൽ മതി. ചിക്കൻ മസാല ഒരു 1.5 ടീസ്പൂൺ ഇട്ടോ. മല്ലിപ്പൊടിയും ഗരം മസാലയും എന്താ പറയണ്ടേ, 1 ടീസ്പൂണോളം മതി. അത് നിങ്ങൾ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് ഇതൊക്കെ മാറി മാറി വരും കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിടണം. ഉപ്പിടുന്ന വീഡിയോ ഞാൻ ഇതിനകത്ത് കാണിക്കാൻ വിട്ടുപോയി. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ തന്നെ ഉപ്പിട്ടാൽ ഉള്ളി വേഗം വഴണ്ട് കിട്ടും. അത് പൊതുവെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വരട്ടണം. അപ്പോൾ നമ്മൾ ഒരു 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്, മുളക് പൊടിയും ഇടുന്നുണ്ട്. മുളക് പൊടി അര ടീസ്പൂൺ മതി, കാരണം നമ്മൾ ഇതിൽ വേറൊരു എരിവിനായിട്ട് വേറൊരു പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മുളക് പൊടി ഇപ്പോൾ ഇത്ര മതി. അപ്പോൾ വേറൊരു പൊടി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കുരുമുളക് പൊടി ഇടും. അപ്പോൾ ഇതൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉരുളിയിലാക്കുമ്പോൾ അന്ന് ടേസ്റ്റ് എന്ന് ചേച്ചി പറയാറ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മഞ്ഞളും മുളകും ഉപ്പും പെരക്കി വെച്ച ചിക്കൻ ഇതിനകത്ത് ഇടുക. കാരണം ചിക്കനിൽ കുറച്ച് സമയം മുന്നേ മഞ്ഞളും മുളകും ഉപ്പും പെരക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് ഇതൊക്കെ പിടിക്കും. അപ്പോൾ അത് ഇട്ടിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ആ ചിക്കൻ ഒന്ന് എടുത്ത് ഈ ഉള്ളിയിലേക്ക്, ഈ മസാലയിലിട്ട് ഉള്ളിയിലേക്ക് ഒന്ന് യോജിപ്പിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. എന്നാലേ ഈ മസാലകളും ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. അപ്പം നല്ല രീതിയിലൊന്ന് മെനക്കെട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പണിയൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെയൊന്ന് ഇതാക്കി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. അപ്പോൾ ചിക്കൻ വേവിൻ്റെ കാര്യം നിങ്ങൾക്ക് നോക്കാൻ അറിയില്ലേ. അപ്പോൾ ചിക്കൻ വേവുന്നതിനനുസരിച്ച് ഇടക്കിടക്കൊന്ന് എടുത്ത് നോക്കുക ചിക്കൻ വേവുന്നുണ്ടോ. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടക്കിടക്ക്. അതിൻ്റെ ഒന്ന് വെന്തിനോ നോക്കാൻ വേണ്ടി ഒരു പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബിഗിനേഴ്സിൻ്റെ ഏറ്റവും വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും ചിക്കൻ, കാരണം വേറെ മെനക്കെടൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണിത്. കുരുമുളക് പൊടി, അതായത് കുരുമുളക് പൊടി വറുത്ത പൊടിയാണ്. കുരുമുളക് പൊടിച്ച് വറുത്തതാണിത്. അത് 2 വലിയ ടേബിൾ സ്പൂണിൽ ചേർക്കുന്നുണ്ട്. എരിവ് കുറച്ച് മാത്രം വേണ്ടുന്നവർക്ക് ഇതിൽ കുറച്ച് ചേർക്കാം. പക്ഷേ ഈ കറിക്ക് ഈ കുരുമുളകിൻ്റെ എരിവ് ഉണ്ടായാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം എരിവ് കൂട്ടുന്നവരായിരിക്കും സാധാരണ ആൾക്കാർ, കൂട്ടാത്തവർ കുറച്ച് കുറക്കുക. പക്ഷേ എങ്കിൽ കുരുമുളകിൻ്റെ എരിവ് മാത്രമല്ല, അതിൻ്റെ ടേസ്റ്റും കൂടി ഈ കറിക്ക് കിട്ടും. അപ്പോൾ ഇതെനിക്ക് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം ചാടാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പം നന്നായി നമ്മൾ ഇതെല്ലടിക്കും മിക്സ് ചെയ്ത് ചേർക്കണം. കാരണം കുരുമുളക് എല്ലാ ഭാഗത്തും എത്തണം. ഇപ്പം തന്നെ കുരുമുളകിൻ്റെ ആ സ്മെല്ല് ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി വെച്ച് എന്നിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി വെച്ച് ഒന്ന് ആ ചെറുങ്ങനെ ഒരു എന്താ പറയണ്ടേ, വരണ്ടെന്ന് പറയും. നിങ്ങൾക്ക് ഗ്രേവി വേണ്ടിക്കില്ല അതിൻ്റെ ഇതിൽ. അപ്പോൾ പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ ഹാഫ് മുറിച്ചിട്ട് അതിൻ്റെ നീരും കൂടെ ഏറ്റവും ഫൈനലായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക. ഫൈനലായിട്ട് നല്ല ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഇതിൻ്റെ അകത്ത് നന്നായി പിഴിഞ്ഞ് ചേർക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി വരട്ടെ. അടിപ്പിടിക്കാണ്ട് നോക്കണം. ഈ കാരണം കുരുമുളകെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അധികം തീയിലായിക്കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ സ്റ്റൗവിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തീ നമുക്ക് കുറക്കും കൂട്ടുകയും ചെയ്യാം. നമ്മളിത് അടുപ്പിലാണ് ചെയ്യുന്നത്. വേഗം പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് ഒരു സാധനം കൂടി ഇടുന്നുണ്ട്, നമ്മൾ മല്ലിച്ചപ്പ് മുറിച്ചിട്ട് ഇടുക.
അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ഇടുക കേട്ടോ. നമ്മളിപ്പോൾ ഒരു കട്ട് ചെയ്തത് 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടാവും ഇട്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതിലിടക്ക് ചിക്കനിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മളൊന്ന് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അത്ര നിങ്ങളെ ഉപ്പിൻ്റെ അളവ് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല, ഓരോരുത്തർക്കും ഓരോ ഇതിലായിരിക്കും ഉപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് അപ്പോൾ നിങ്ങളെ അളവിനനുസരിച്ച് ഉപ്പുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ഉപ്പിട്ടിട്ട് അതും കൂടെ ചെയ്താൽ അതാ കറി റെഡി. ഇത് നമുക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. പക്ഷേ ഗ്രേവിനെക്കാട്ടും രസം ഇങ്ങനെയാണ് പെരക്കി തിന്നാൻ. കണ്ടോ, ഒരു പെരട്ട് പോലെ തിന്നാനാണ് രസം. കണ്ടോ. അപ്പോൾ നമ്മളൊന്ന് ഫൈനലായിട്ട് ഡെക്കറേറ്റ് എല്ലാം ചെയ്തതിന് അപ്പോൾ കാണുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബായ്. ഉണ്ടാക്കി നോക്കൂല്ലോ എല്ലാവരും.